വെൽക്കം. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ടി വി എസ് റോണിൻ മിഡ് വേരിയൻറ്റ് ബൈക്കിൻ്റെ ഏകദേശം 22,000 കിലോമീറ്റർക്ക് ശേഷം ഞാൻ ചെയ്ത ഈ സർവീസിനെ കുറിച്ചാണ്. ഇത് എനിക്ക് 23,000 കിലോമീറ്റർ കഴിയുമ്പോഴായിരുന്നു സർവീസ് ഡ്യൂ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ 22,000 കിലോമീറ്റർ ആയപ്പോഴേക്കും സർവീസ് ചെയ്യിച്ചു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബൈക്കിൻ്റെ എൻജിന് ഒരു മിസ് ഫയറിങ് ഇഷ്യൂ. ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് RPM കുറയുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സിഗ്നൽ വന്നു അല്ലെങ്കിൽ ഒരു ഹമ്പ് വന്നു, ആ സമയത്ത് ഞാൻ ബൈക്കിൻ്റെ സ്പീഡ് സ്ലോ ചെയ്യുന്ന സമയത്ത് RPM 2000 താഴേക്ക് പോവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1500 1000 ഒക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചില സമയത്ത്, എപ്പോഴുമല്ല, ചില സമയത്ത് വണ്ടി ഓഫ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ ഓഫ് ആകുമ്പം ഗിയർ ലോക്കായിട്ട് എൻജിൻ ഓഫ് ആവുന്നില്ല, കംപ്ലീറ്റ് ഡിസെൻഗേജ് ആയിട്ട് വണ്ടി ഇച്ചിരി റോൾ ചെയ്തിട്ടാണ് വണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിപ്പം തേർഡ് ഇയറിലും സംഭവിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയറിലും ഇതേ ഇഷ്യൂസ്, മിസ് ഫയറിങ് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ ചെയിൻ നോയ്സ്. ഞാൻ സ്ഥിരമായിട്ട് ഫ്രണ്ട് സ്പ്രോക്കറ്റും ബാക്ക് സ്പ്രോക്കറ്റും അതുപോലെ കംപ്ലീറ്റ് ചെയിനും ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് ടൈറ്റ് ചെയ്യുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടും എൻജിൻ്റെ ആ ചെയിൻ നോയ്സ് കുറയ്ക്കാമെന്നല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രണ്ട് ഇഷ്യൂസാണ് ഞാൻ മേജറായിട്ട് 22,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഉള്ള സർവീസിൽ, അതിപ്പം കഴിഞ്ഞ സർവീസിൽ ഞാൻ അവിടുത്തെ സർവീസ് മാനേജറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർവീസ് മാനേജറുടെ കയ്യിൽ രാവിലെ ബൈക്ക് കൊടുത്തു, വൈകുന്നേരം ആകുമ്പോഴത്തേന് ബൈക്ക് കയ്യിൽ കിട്ടി. അപ്പോൾ അത് ഓടിച്ച് ഞാൻ നോക്കി, വണ്ടി ഓടിച്ച് നോക്കിയതിന് ശേഷം എനിക്ക് ഇഷ്യൂസ് ഫീൽ ചെയ്തില്ല. കാരണം ഇച്ചിരി ഓടിക്കഴിഞ്ഞു, ഒരു 10-30 കിലോമീറ്ററൊക്കെ ഓടി കഴിഞ്ഞതിന് ശേഷമാണ്, എഞ്ചിൻ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷമാണ് ഈ മിസ് ഫയറിങ് ഇഷ്യൂ. അപ്പോൾ എനിക്ക് അവിടെ അത്രയും ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഓടിച്ചപ്പോൾ എനിക്ക് വണ്ടിയുടെ പവർ ഇമ്പ്രൂവ് ആയതുപോലെ എനിക്കൊരു ഫീൽ ചെയ്തു. വണ്ടിയുടെ സൗണ്ട് മാറി, ചെയിൻ ഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ ഈ സർവീസ് സെൻറ്ററിൽ ഞാൻ സർവീസിന് കൊടുത്തപ്പം ഞാൻ ഉദ്ദേശിച്ചതുപോലെ മാക്സിമം 100% നടന്നില്ലെങ്കിൽ കൂടി കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ബൈക്കിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി ഞാൻ ടെക്നീഷ്യനോട് ചോദിച്ചു. എൻ്റെ ബൈക്ക് റിപ്പയർ ചെയ്ത ടെക്നീഷ്യനോട് ഞാൻ ചോദിച്ചു, മെക്കാനിക്കിനോട് ചോദിച്ചു. പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് ഫയറിങ്ങിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നത് സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആണ്. മുന്നത്തെ സർവീസിൽ ചെയ്ത സമയത്ത് സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ കാരണമാണ് വന്നിട്ടുണ്ടായത്. ഇപ്രാവശ്യം റെഡി ആക്കിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് ആ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കാരണം എനിക്ക് ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ ഞാൻ വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് പെട്രോളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും മിസ് ഫയറിങ്ങിൻ്റെ ഇഷ്യൂ. പക്ഷേ നേരത്തെ പോലെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അല്ല, RPM കുറയുമ്പോൾ തന്നെയാണ്. പക്ഷേ അവർ പറഞ്ഞതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആകാനാണ് ചാൻസ്. കാരണം ഓട്ടോമാറ്റിക്കലി ഐഡലിംഗ് സ്പീഡിൽ, അതായത് 1000-1500 RPM വരുമ്പോഴാണ് ബൈക്ക് ഓഫ് ആവുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിഗ്നലൊക്കെ എത്തുന്ന സമയത്ത് 1500 താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആക്സിലേറ്റർ കുറച്ചൊന്ന് പിടിച്ചു വെക്കും. അപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ ആക്സിലേറ്റർ കേബിളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ കൂടി ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് സർവീസ് ആകുമ്പോഴത്തേന് ആക്സിലറേറ്റർ കേബിളും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യിക്കണം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യിക്കണം. അതാണ് ഇപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നേരത്തെ അത്രയും വലിയ ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ ചെയിൻ ഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് പോയി. അതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരോട് ടെക്നീഷ്യനോട് ചോദിച്ചപ്പോൾ ടെക്നീഷ്യൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റിന് എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറേ അധികം TVS റോണിൻ യൂസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെയിൻ ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, TVS കമ്പനി തന്നെ ഫ്രണ്ടിലത്തെ സ്പ്രോക്കറ്റ് കുറച്ച് മോഡിഫൈ ചെയ്തിറക്കി. അത് ഈ സർവീസിന് അവർ റീപ്ലേസ് ചെയ്തിരുന്നു. അതിന് പ്രത്യേകം ചാർജൊന്നും എടുത്തില്ല. അപ്പോൾ എൻ്റെ ഇത് ഫ്രീ സർവീസ് അല്ലാത്തതുകൊണ്ട് ടോട്ടൽ എമൗണ്ട്, അതായത് ബ്രേക്ക് പാഡ് ക്ലീനിങ്, വാഷിങ്, ബാക്കിയുള്ള ജനറൽ ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചേഞ്ച്, എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ, ഇതെല്ലാം കൂടെ ചേഞ്ച് ചെയ്തെല്ലാം കൂടെ വന്നപ്പോഴത്തേന് എനിക്ക് വന്ന എമൗണ്ട് 2350 ആണ്. ഈ ചെയിൻ ക്ലീനിങ്ങും ലൂബിങ്ങിനും അഡീഷണൽ ചാർജ് ഉണ്ട്, 200 സംതിങ് റുപ്പീസ് എങ്ങാനുണ്ട്. അതും കൂടെ കഴിഞ്ഞപ്പോഴത്തേന് 2350 രൂപയാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ചെയിനൊക്കെ ഇപ്രാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തു. വണ്ടിയിലെ കുറേ മുന്നേ സർവീസ് കൊടുത്തിട്ട് ഇച്ചിരി മോശമായിരുന്നു. അതുകൊണ്ടാണ് പുതിയ സർവീസ് സെൻറ്ററിൽ കൊടുത്തത്. ഈ പുതിയ സർവീസ് സെൻറ്ററിൽ നല്ല രീതിയിൽ വണ്ടി ക്ലീൻ ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയിൻ സ്പ്രോക്കറ്റും കംപ്ലീറ്റ് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് റീപ്ലേസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ബാക്കിലത്തെ ഗ്രാബ് ഹാൻഡിൽ, ബാക്കിലത്തെ പാസഞ്ചേഴ്സ് പിലിയൻ സീറ്റുകാർക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയുള്ള ഗ്രാബ് റെയിൽ ഉണ്ടല്ലോ, ആ ഹാൻഡിലും കൂടി അവർ റീപ്ലേസ് ചെയ്തു. എന്തോ കുറേ യൂസേഴ്സിന് അത് പൊട്ടിപ്പോകുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതുകൊണ്ട് TVS കമ്പനി തന്നെ അത് ഈ പുതിയ സർവീസിന് വരുന്ന വണ്ടികളിലേക്ക് കുറേ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗ്രാബ് റെയിലും മാറി, ഫ്രണ്ടിലത്തെ സ്പ്രോക്കറ്റ് മാറി. ഈ ഫ്രണ്ടിലത്തെ സ്പ്രോക്കറ്റ് മാറി കഴിഞ്ഞപ്പം എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്ത് കുറച്ചും കൂടെ പവർ കയറിയതുപോലെ, കുറച്ചും കൂടെ പവർ ഇമ്പ്രൂവ്മെൻറ്റ് വണ്ടിക്കുണ്ട്. നോയ്സും കൂടി കുറച്ചും കൂടി ഒരു ബേസ് ഇഫക്റ്റ്, നല്ല അടിപൊളി സൗണ്ട് വരുന്നുണ്ട് എക്സോസ്റ്റ് സൗണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തേക്കാട്ടിൽ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ആദ്യത്തെ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഷിഫ്റ്റിൽ നിന്ന് ഏകദേശം ഒരു 8 kmph ആകുമ്പോഴായിരുന്നു സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ്. ഇപ്പോൾ അത് സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ആണെങ്കിൽ ഒരു 12 kmph ഒക്കെയാണ്. അതുപോലെ സെക്കൻഡ് ടു തേർഡ് ഗിയർ ആണെങ്കിൽ നേരത്തെ 18 കിലോമീറ്റർ ആയിരുന്നു സ്പീഡ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 20-21 പോകുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തേന്ന് നാലാമത്തേക്ക് ഷിഫ്റ്റ് ആകുമ്പോഴത്തേന് സ്മൂത്ത് ഷിഫ്റ്റിംഗ് 32 ആയിരുന്നു ഉണ്ടായിരുന്നത്, 32-34 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 36-39 വരെ പോകുന്നുണ്ട്. അതുപോലെ ഫോർത്തിൽ നിന്ന് ഫിഫ്ത്തിലോട്ട് സ്മൂത്ത് ഗിയർ ഷിഫ്റ്റ് നടത്തണമെങ്കിൽ ഏകദേശം ഒരു 45 kmph പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോട്ട് ഉണ്ടായിരുന്നു ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. അതിപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് 49-50 എത്തുമ്പോൾ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വീഡിയോ ഞാനിപ്പം കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്, അത് നോക്കുക.
അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ ഭാഗ്യത്തിന് നല്ലൊരു സർവീസ് സെൻറ്ററും സർവീസ് മാനേജറും ടെക്നീഷ്യനും എനിക്ക് കിട്ടി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ TVS ഓടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ മിസ്ഫയറിംഗ് ഇഷ്യൂ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. നിങ്ങൾക്കത് സോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ആയി എന്നും കൂടി ഒന്ന് പറയുക. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളുടെ വണ്ടി സർവീസ് ചെയ്ത ടെക്നീഷ്യൻ്റെ അടുത്ത് ചോദിക്കുക എന്തായിരുന്നു കാര്യം എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ സർവീസിൽ ഗ്രാബ് റെയിലും ഫ്രണ്ട് സ്പ്രോക്കറ്റും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഉറപ്പുവരുത്തുക. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്. See you. Bye.